16-ാം നിയമസഭയിലെ കക്ഷി നിലയിൽ രണ്ടാമതെത്തുവാൻ CPM-ഉം ലീഗും തമ്മിൽ വാശിയേറിയ ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടന്നിട്ടുള്ളത് എന്നു തന്നെ പറയാം. വെറും 1635 വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് CPM-ഉം ലീഗും തമ്മിലുള്ളത്. ലീഗും CPM-ഉം നേരിട്ട് ഏറ്റുമുട്ടിയ അഴീക്കോട് മണ്ഡലത്തിൽ 349 വോട്ടിനും കൂത്തുപറമ്പിൽ 1286 വോട്ടുകൾക്കുമാണ് CPM വിജയിച്ചത്. ഈ രണ്ട് മണ്ഡലങ്ങളിൽ നിന്നുമായി 1635 വോട്ടുകളുടെ വ്യത്യാസം ഉണ്ടായിരുന്നുവെങ്കിൽ കക്ഷി നിലയിൽ അവർ തുല്യമാകുമായിരുന്നു. അതിനോടൊപ്പം 2000 വോട്ടുകൾക്ക് മാത്രം CPM വിജയിച്ച ഗുരുവായൂരിൽ കൂടി വിജയം നേടുവാൻ ലീഗിനായിരുന്നുവെങ്കിൽ CPM-നേക്കാൾ വലിയ കക്ഷിയായി ലീഗ് തീരുമായിരുന്നു. മത്സരിച്ച സീറ്റുകളുടെ എണ്ണം കൂടി പരിശോധിക്കുമ്പോൾ ലീഗ് നടത്തിയ പ്രകടനത്തിന്റെ അടുത്തെങ്ങും എത്തില്ല CPM-ന്റെ ഇത്തവണത്തെ പെർഫോമൻസ് എന്ന് തന്നെ പറയേണ്ടി വരും. മത്സരിച്ച 27 സീറ്റുകളിൽ 22 വിജയിച്ചുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ ലീഗിന് 81% സ്ട്രൈക്ക് റേറ്റ് നേടുവാനായി. അതേസമയം 86 സീറ്റുകളിൽ മത്സരിച്ച് കേവലം 26 സീറ്റുകൾ മാത്രം നേടുവാനായ CPM-ന്റെ സ്ട്രൈക്ക് റേറ്റ് എന്നത് 30% മാത്രമാണ്. ഈ തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് 36 സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടപ്പോൾ ലീഗിന് ഒരു സിറ്റിംഗ് സീറ്റ് പോലും നഷ്ടപ്പെട്ടില്ല. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ 85,000 വോട്ടുകളുടെ ലീഡ് നേടിക്കൊണ്ടുള്ള ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയുടെ വിജയം ഉൾപ്പെടെ ഈ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് നേടിയിട്ടുള്ള എല്ലാ വിജയങ്ങളും ആധികാരികമായിരുന്നു. അവർക്ക് അവർ മത്സരിച്ച മണ്ഡലങ്ങളിൽ ലഭിച്ചിട്ടുള്ള ശരാശരി വോട്ടുകളുടെ എണ്ണം 88,000-ലധികമാണ്. അതേസമയം CPM-നാകട്ടെ അവർ മത്സരിച്ച മണ്ഡലങ്ങളിലെ ശരാശരി വോട്ടുകൾ 54,000 മാത്രമാണ്. മുസ്ലിം ലീഗിന് വർഗീയ ചാപ്പയടിക്കുവാനും മലപ്പുറം പാർട്ടി എന്ന് അധിക്ഷേപിക്കുവാനും ശ്രമിച്ച വർഗീയ ബാലനും ഗോവിന്ദനും വെള്ളാപ്പള്ളി നടേശനും ഒക്കെ കേൾക്കുവാനാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കേരളത്തിലെ 5 ജില്ലകളിൽ നിന്നും MLA-മാരുണ്ട്. മുണ്ടകയിലും ചൂരൽമലയിലും ദുരന്തമുണ്ടായപ്പോൾ ദുരന്തമുഖത്ത് പ്രയാസപ്പെടുന്നവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള യൂത്ത് കെയർ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് നൽകിയിട്ടുള്ള ഭവനങ്ങൾ ഉൾപ്പെടെ ലീഗ് നടത്തിയ മാതൃകാപരമായ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി കേരളത്തിലെ ജനങ്ങൾ അവർക്ക് നൽകിയ വലിയ സ്വീകാര്യതയാണ് ഈ ആധികാരിക വിജയത്തിന്റെ അടിസ്ഥാനം.